+1 ബയോളജി സിലബസിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ 3 പ്ലാന്റ് ഫാമിലികളായ ഫാബേസിയെ, സൊളനേസിയെ, ലിലിയേസിയെ എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഓരോ കോൺസെപ്റ്റ് വിശദമാക്കുന്നതിനും എളുപ്പത്തിൽ മനസ്സിലാകുന്നതിനും മതിയായ ചിത്രങ്ങളും വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കുമല്ലോ. ആദ്യമായി ഫാബേസിയെ. This family was earlier called Papilionoideae, a subfamily of family Leguminosae. It is distributed all over the world. Leguminosae സസ്യകുടുംബത്തിലെ സഹകുടുംബമായ പാപ്പിലിയോണോയിഡിയെ എന്നാണ് ഈ സസ്യകുടുംബം മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇത് ലോകത്തിലെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നു. പയറുവർഗ സസ്യങ്ങൾ അടങ്ങിയതാണ് ഫാബേസിയെ കുടുംബം. ഇനി ഈ കുടുംബത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാം. ആദ്യമായി വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. ദിസ് ഫാമിലി ഇൻക്ലൂഡ്സ് ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഓഷധികൾ എന്നിവ ഉൾപ്പെടുന്നു. റൂട്ട് സിസ്റ്റം ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആസ് ഇറ്റ് ഈസ് എ ഡൈക്കോട്ട് ഫാമിലി. ഇറ്റ് പൊസസ് റൂട്ട് നോഡ്യൂൾസ് വിച്ച് കണ്ടെയ്ൻ നിഫ് ബാക്ടീരിയ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഫോർ ദി നൈട്രജൻ ഫിക്സേഷൻ. റൂട്ട് സിസ്റ്റത്തിൽ ധാരാളം മുഴകൾ കാണാം. ഈ മുഴകൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ താമസിക്കുന്ന ഇടങ്ങളാണ്. ഫാബേസിയെ അതായത് പയറുവർഗ ചെടികളിൽ ധാരാളം റൂട്ട് നോഡ്യൂൾസ് ഉണ്ട് എന്നുള്ളത് ഇത്തരം പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ്. സ്റ്റെം ഈസ് ഇറക്റ്റ്. ഇറ്റ് ക്യാൻ ബി എ ക്ലൈംബർ ഓർ എ ടോയിനർ. വീക്ക് സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ അവ ക്ലൈംബേഴ്സോ ടോയിനേഴ്സോ ആയിരിക്കും. ഇവിടെ ക്ലിറ്റോറിയ ചെടിയുടെ തണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് മറ്റൊരു ചെടിയുടെ കാണ്ഡത്തിന്മേൽ ടോയിൻ ചെയ്ത് കയറിപ്പോകുന്നു. അതിനാൽ ഇവയെ ടോയിനേഴ്സ് എന്ന് വിളിക്കുന്നു. ഒരു ടോയിനറിന് ക്ലൈംബിംഗ് ഓർഗൻസ് ഇല്ല, എന്നാൽ ഒരു ക്ലൈംബറിന് ക്ലൈംബിംഗ് ഓർഗൻസ് ഉണ്ടായിരിക്കും. ലീവ്സ് ആർ സിമ്പിൾ ഓർ പിന്നേറ്റ്ലി കോമ്പൗണ്ട്. ദേ ആർ ഇൻ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. ദേ ഹാവ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. ദി leaf petiole starts from a leaf-like structure called a stipule. So the leaves are stipulate, and the leaf base is swollen called pulvinous, that is pulvinate petiole. Now we shall see the floral characters. Inflorescence is racemose as in Pisum and pea plant. Flowers are bisexual, that is male and female sex organs are present, and zygomorphic. Look at this clitoria flower. There are 2 bracteoles at the base of the calyx, so that the flower is called bracteolate. If we remove the bracteoles, you can easily see the pedicel at the base, and the pedicel is starting at 2 thread-like structures which we call them as bracts, so that flower is bracteate. Now look at the calyx. Calyx consists of 5 sepals. They are united, that is gamosepalous. They may be in valvate or imbricate aestivation. Next is corolla. In Fabaceae, the corolla is very special. Petals 5 polypetalous, which are called papilionaceous, consisting of a posterior standard petal, 2 lateral wing petals, 2 anterior ones forming keel petals. These keel petals are united and enclosing stamens and pistil, and they are arranged in വെക്സിലറി ഈസ്റ്റിവേഷൻ. ഈ ക്ലിറ്റോറിയ ഫ്ലവർ നമുക്കൊന്ന് ഡിസെക്റ്റ് ചെയ്ത് അതിൻ്റെ കൊറോള ലോബ്സ് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ആദ്യമായി ദിസ് ഈസ് ദി ബിഗസ്റ്റ് പെറ്റൽ വിച്ച് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് പെറ്റൽ, വിച്ച് കവേഴ്സ് ഓൾ ദ സൈഡ് 2 പെറ്റൽസ്. ദേ ആർ വിങ് പെറ്റൽസ്. 2 ചെറിയ വിങ് പെറ്റൽസിന് അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ ഇരിക്കുന്നത്. രണ്ടാമത്തെ വിങ് പെറ്റൽസ് മാറ്റി ഇനിയുള്ളത് 2 കീൽ പെറ്റൽസ് ആണ്. അവ യുണൈറ്റഡ് ആണ്. കീൽ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് കീൽ പെറ്റൽസ്. സോ ഇൻ ക്ലിറ്റോറിയ ദി ഫ്ലവർ corolla consists of
2 keel petals, 2 wing petals and 1 standard petal. They are arranged in vexillary situation. Next whale is Andrecium. Andrecium consists of 10 stamens. They are in 2 bundles of 1 plus 9 condition called diadelphous Andrecium. Anther is dithecous. Slide 1 stamen separate and 9 stamens united ആയിട്ടുള്ള condition കാണാം. Now the innermost whale Gynoecium, it consists of 1 carpel, that is monocarpellary with 1 chamber and having many ovules, superior ovary. Fruit is legume, seed 1 to many, non-endospermic. Formula: flower is zygomorphic, bisexual, calyx 5 united, corolla 1 plus 2 plus 2 united. Andrecium consists of 9 stamens united plus 1. Gynoecium consists of 1 carpel with a superior ovary. Now see the floral diagram, which is the graphical representation of a flower in Fabaceae family. ഇനി ഈ ഫാമിലിയിൽ നിന്നും സാമ്പത്തിക പ്രാധാന്യമുള്ള ചില പ്ലാന്റ്സിനെ പരിചയപ്പെടാം. The seeds are rich in proteins. The seeds in pea plants are commonly called pulses or grams. പൾസസിനെ കൂടാതെ എഡിബിൾ ഓയിൽ yielding plants ഉണ്ട്, ടിമ്പർ yielding plants, ഫൈബർ yielding plants, ഓർണമെൻ്റൽസ്, മെഡിസിനൽ, ഡൈ yielding plants, ഫോഡർ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. പൾസസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സിന് ഉദാഹരണങ്ങളാണ്: ഒന്ന് പൈസം സറ്റൈവം, പട്ടാണിപ്പയർ എന്ന് അറിയപ്പെടുന്നു. സിസർ അരിയേറ്റിനം എന്ന കടല ഹൈലി പ്രോട്ടീനേഷ്യസ് ആണ്. കജാനസ് കജാൻ എന്ന തുവരപ്പയർ, ഫാഷിയോളസ് റേഡിയേറ്റസ് എന്ന ചെറുപയർ, ഉഴുന്ന് ഫാഷിയോളസ് മുങ്കോ, ബീൻസ് ഫ്ലാറ്റ് ബീൻസ് എന്നറിയപ്പെടുന്ന ഡോളിക്കോസ് ലാബ്, ഗ്ലൈസിൻ മാക്സ് എന്ന സോയാബീൻ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള സസ്യമാണ്. അരാക്കിസ് ഹൈപ്പോജിയ ഓയിൽ ലഭിക്കുന്ന നിലക്കടല, മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള അബ്രസ് പ്രിക്കറ്റോറിയസ് കുന്നി, ഫൈബർ ലഭിക്കുന്ന ക്രോട്ടലേറിയ ജെൻഷ്യ എന്ന കിലുക്കി, ടിമ്പർ ലഭിക്കുന്ന ടെറോകാർപ്പസ് മാർസൂപ്പിയം എന്ന വേങ്ങ, ഗാർഡൻ പ്ലാന്റായിട്ട് ഉപയോഗിക്കുന്ന ലാത്തിറസ് ഒഡറേറ്റസ്, ഗുൽമോഹർ ഡിലോണിക്സ് റീജിയ, ഫാഷിയോളസ് ലാബ് എന്ന ബീൻസ്, ഇവയെല്ലാം വിവിധ ഉപയോഗങ്ങളുള്ള പ്ലാന്റ്സ് ഉൾക്കൊള്ളുന്ന ഫാമിലി മെമ്പേഴ്സ് ആണ്. അടുത്തതായി സോളനേസിയെ. It is a large family commonly called as the potato family. It is widely distributed in tropics, subtropics and even temperate zones. ഉരുളക്കിഴങ്ങ് കുടുംബം എന്നറിയപ്പെടുന്ന വലിയ സസ്യകുടുംബം ആണിത്. ഇവ ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല എന്നിവിടങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. പ്ലാന്റ്സ് ആർ മോസ്റ്റ്ലി ഹെർബ്സ്, shrubs ആൻഡ് സ്മോൾ ട്രീസ്. ഇതിലെ സസ്യങ്ങൾ പ്രധാനമായും കുറ്റിച്ചെടികളും ഓഷധികളുമാണ്. എന്നാൽ ചില മരങ്ങളും ഉണ്ട്. ദി സ്റ്റെം ഇൻ ദിസ് ഫാമിലി ആർ ഹെർബേഷ്യസ്, റെയർലി വുഡി. ദേ ആർ ഏരിയൽ, ഇറക്റ്റ്, സിലിണ്ടറിക്കൽ, ബ്രാഞ്ച്ഡ്, സോളിഡ് ഓർ ഹോളോ, ഹെയറി ഓർ ഗ്ലാബ്രസ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇൻ സൊളാനം ട്യൂബ്രോസം, ദാറ്റ് ഈസ് പൊട്ടറ്റോ. ഈ ഫാമിലിയിലെ സസ്യങ്ങളിലുള്ള കാണ്ഡം മൃദുവായതാണ്. ചില സസ്യങ്ങളിൽ കട്ടി കൂടിയത്, നിവർന്നത്, സിലിണ്ടർ ആകൃതിയിലുള്ളത്, ശാഖകളുള്ളത്, പൊള്ളയായതോ കട്ടിയുള്ളതോ ആയതും രോമാവൃതം അല്ലെങ്കിൽ ഗ്ലാബ്രസ് ആയതും ആണ്. ഉരുളക്കിഴങ്ങിൽ ഏരിയൽ സ്റ്റെം കൂടാതെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം കൂടെ ഉണ്ട്. ലീവ്സ് ആർ സിമ്പിൾ, ഓൾട്ടർനേറ്റ്, റെയർലി പിന്നേറ്റ്ലി കോമ്പൗണ്ട്. They do not have stipules, that is they are exstipulate. The venation is reticulate. Inflorescence. Flowers are solitary in the axils of the leaves, that is they are axillary. Cymose as in Solanum melongena, that is valudana. Flowers are bisexual and actinomorphic. Calyx consists of 5 sepals. They are united. പേഴ്സിസ്റ്റൻറ്റ് ഇൻ ദി ഫ്രൂട്ട്സ്. ഈ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ് പേഴ്സിസ്റ്റൻ്റ് കാലിക്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വഴുതനയുടെ ഫ്രൂട്ട് ശ്രദ്ധിക്കൂ. അതിൽ കാലിക്സ് പൊതിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം.
ഇതാണ് പെർസിസ്റ്റൻ്റ് കാലിക്സ്. സാധാരണ മറ്റ് പൂക്കളിൽ കാലിക്സ് ലോബ്സ് ഫ്ലവർ ഫ്രൂട്ടായി മാറുന്ന സമയത്ത് അത് കൊഴിഞ്ഞു പോകുന്നു. എന്നാൽ സൊളനേസിയയിലെ പൂക്കളിൽ ഫ്രൂട്ട്സ് ആകുന്ന സമയത്തും ഫ്രൂട്ട്സിൻ്റെ കൂടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവയെ പെർസിസ്റ്റൻ്റ് കാലിക്സ് എന്ന് പറയുന്നത്. ആൻഡ് കാലിക്സ് ലോബ്സ് ആർ ഇൻ വാൽവേറ്റ് situation. Corolla consists of 5 petals. They are united and they are also in valvate situation. Androecium consists of 5 stamens. They are epipetalous. The filaments of the stamens are attached onto the petals. Gynoecium. The gynoecium is bicarpellary, syncarpous, ovary is superior, bilocular, placenta is swollen with many ovules. As you can see here in brinjal or as in tomato, the fruits are berry and in some cases capsule. Seeds are endospermous and many are there in each fruit. Floral formula എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കൂ. Floral formula. The flowers are actinomorphic, bisexual. Calyx consists of 5 sepals united. Corolla consists of 5 petals united. Androecium consists of 5 stamens free. They are epipetalous. Gynoecium is bicarpellary, syncarpous and superior ovary. Look at the picture for the graphical representation of a flower in Solanaceae family, the floral diagram. ഇനി സൊളനേസിയ ഫാമിലിയിലെ ചില സാമ്പത്തിക പ്രാധാന്യമുള്ള പ്ലാന്റ്സിനെ പരിചയപ്പെടാം. എഡിബിൾ പ്ലാന്റ്സ്. സൊളാനം ട്യൂബറോസം പൊട്ടറ്റോ സ്റ്റെം ട്യൂബർ ഈസ് യൂസ്ഡ് ആസ് ഫുഡ് ത്രൂ ഔട്ട് ദി വേൾഡ്. രണ്ടാമത്തെ പടം ഇൻഡിക്കേറ്റ്സ് ദി സൊളനം മെലോങ്ങിന എഗ് പ്ലാന്റ് ഓർ ബ്രിഞ്ചാൾ, വഴുതന എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. മൂന്നാമത് ലൈക്കോപേഴ്സിക്കം എസ്കുലൻഡം, ലവ് ആപ്പിൾ ഓർ ടൊമാറ്റോ, കറികളിലും മറ്റും സ്പൈസായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്ലാന്റാണ്. ക്യാപ്സിക്കം ആനം, മുളക്. വൈവിധ്യമാർന്ന മുളക് വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. സൊളനേസിയ മെമ്പേഴ്സാണ്. ഈ ഫാമിലിയിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ആണ് അട്രോപ്പ ബെല്ലഡോണ, ബെല്ലഡോണ പ്ലാന്റ് എന്നറിയപ്പെടും. അട്രോപ്പിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം റൂട്ട്സ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ബെല്ലഡോണ പ്ലാസ്റ്റർ. വിതാനിയ സോംനിഫറ, അമുക്കുരം എന്നറിയപ്പെടുന്ന ചെടിയാണ്. അശ്വഗന്ധ എന്നും അറിയപ്പെടുന്നു. ലീവ്സ് ആർ യൂസ്ഡ് ഇൻ ഫീവർ ആൻഡ് സ്കിൻ ഡിസീസസ്. ഡെറ്റൂറ ആൽബ, ഉമ്മം എന്നറിയപ്പെടുന്ന ചെടിയാണ്. ദി മൈന്യൂട്ട് ഡോസസ് ഓഫ് സീഡ്സ്, ലീവ്സ് ആൻഡ് റൂട്ട്സ് ആർ ഗിവൺ ഫോർ സെറിബ്രൽ കോംപ്ലിക്കേഷൻസ്. സിഗരറ്റിലും ബീഡിയിലും ഉപയോഗിക്കുന്ന പുകയില എന്ന് പറയുന്ന ചെടി നിക്കോട്ടിയാന ടബാക്കം ഒരു സൊളനേസിയ മെമ്പറാണ്. അലങ്കാര ചെടികളായി ഉപയോഗിക്കുന്ന പ്ലാന്റ്സാണ് പെറ്റൂണിയ വയോലേഷ്യ, സെസ്ട്രം നൊക്ടർണ രാത്രി റാണി എന്നിവ. ഈ പടം നിരീക്ഷിച്ചാൽ സൊളാനം നൈഗ്രം ചുണ്ടങ്ങയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഫാമിലി ലിലിയേസിയെ. ഫാബേസിയയും സൊളനേസിയയും ഡൈക്കോട്ട് ഫാമിലീസാണ്. എന്നാൽ ലിലിയേസിയ ഒരു മോണോകോട്ട് ഫാമിലി ആണ്. Liliaceae is commonly called the lily family. It is a characteristic representative of monocotyledonous plants. It is distributed worldwide. ലില്ലി കുടുംബം എന്നറിയപ്പെടുന്ന ഇവ ഏകബീജപത്ര സസ്യങ്ങളുടെ മോണോകോട്ട്സ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നു. ഇവ ലോകമെമ്പാടും കാണപ്പെടുന്നു. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. They are perennial herbs with underground bulbs, combs or rhizomes. കായിക സവിശേഷതകൾ. ബൾബ്, കോം, റൈസോം എന്നിങ്ങനെയുള്ള ഭൂകാണ്ഡങ്ങൾ കാണപ്പെടുന്ന ബഹുവർഷ ഓഷധികളാണ് ഈ വിഭാഗത്തിലെ സസ്യങ്ങൾ. ലീവ്സ് ആർ മോസ്റ്റ്ലി ബേസൽ, ഓൾട്ടർനേറ്റ്, ലീനിയർ, എക്സ്ട്രിപ്പുലേറ്റ് വിത്ത് പാരലൽ വീനേഷൻ. ഇത് ഗ്ലോറിയോസ സൂപ്പർബ എന്ന ലിലിയേസിയ മെമ്പർ. ഇതിൻ്റെ ലീവ്സ് നോക്കിയാൽ ഒരു നോഡിൽ ഒരു ലീഫ്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. Leaves are having parallel venation and leaf tip is modified into tendrils. They do not have stipules.
Floral characters. Inflorescence. They may be solitary as in Gloriosa or often umbellate clusters in onion. Here you can see the picture of solitary flower of Gloriosa and inflorescence in onion. Flower. Flower is bisexual and actinomorphic. Here you can see the flower of Gloriosa, which is bisexual. Both androecium and gynoecium are present and actinomorphic. Perianth. In this flower, in this monocot flower, the calyx and corolla lobes are not distinguishable, so that we call them as perianth. Perianth consists of tepals, 6 tepals in 3+3 fashion. Perianth lobes are united into a tube in onion, but free in Gloriosa. They are in valvate situation. Androecium consists of 6 stamens. They are also in 3+3 fashion. In onion, they are epitepalous. Gynoecium is made up of 3 carpels, that is tricarpellary, ovary syncarpous, ovary superior, trilocular with many ovules. They have axile placentation. Fruits are capsule or rarely berry. Seeds are endospermous. The floral formula of Gloriosa superba. Flowers are actinomorphic, bisexual, perianth 3+3 free, androecium 3+3 free, gynoecium consists of 3 carpels, tricarpellary, syncarpous, superior ovary. ഇവിടെ Gloriosa superbയുടെ floral diagram കാണാം. Observe this diagrammatic representations showing the floral features of onion flower. വളരെ വ്യാപകമായി ലോകമെമ്പാടും ആഹാരത്തിനും മറ്റ് മെഡിസിനൽ പർപ്പസുകൾക്കും ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ഈ ഫാമിലിയിൽ ഉണ്ട്. പ്രാധാന്യമുള്ള ചില പ്ലാന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഒനിയൻ, അലിയൻ സീപ്പ. ദി ബൾബ് ഓഫ് ഒനിയൻ ഈസ് യൂസ്ഡ് ആസ് എ വെജിറ്റബിൾ. Allium sativum, garlic. The bulb of garlic is edible and has medicinal value. A very good heart care plant. Tulip. This plant is used as a garden plant. Aloe vera, katarwala. Medicated oil is prepared from the fleshy leaves. A purgative called aloin is obtained from this plant. Asparagus, shadavari. The roots have high medicinal property. Colchicum autumnale. The combs of this plant yield a mutagen called colchicin, which is used to induce polyploidy in plants. Gloriosa superba, Malabar glory or Mendoni. Tubers used in promoting labor pains in women. 3 ഫാമിലികളെക്കുറിച്ചും അല്പം വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവല്ലോ. നന്നായി പഠിക്കുക, നന്നായി വരട്ടെ. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് Raju Science World for more videos.